H.G. വെയിൽസിൻ്റെ ടൈം മെഷീൻ ഭാഗം 1. വൃദ്ധൻ തൻ്റെ നരച്ച താടി തടവിക്കൊണ്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അയാളുടെ തിളങ്ങുന്ന കണ്ണുകൾക്ക് താഴെ പറഞ്ഞറിയിക്കാനാവാത്ത മാസ്മരികതയുണ്ടായിരുന്നു. ആ മുടിയിഴകൾ ഇളംകാറ്റിൽ പാറിപ്പറന്നു. അയാളുടെ നരച്ച കുപ്പായത്തിൽ അവിടിവിടായി തുന്നലുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തൻ്റെ കണ്ണുകൾ ഇറുക്കി അയാൾ ഉറക്കെ ചോദിച്ചു. വൃദ്ധൻ്റെ മുമ്പിൽ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. എല്ലാവരും എന്തോ ഭീകരമായത് കേട്ടതുപോലെ തരിച്ചിരിക്കുകയായിരുന്നു. നോക്കൂ, നിങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളെ ഭയപ്പെടുത്തിയോ? വൃദ്ധൻ ആരാഞ്ഞു. കൊള്ളാം, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ. ഇനിയും എത്ര കാലം നിങ്ങൾ ജീവിച്ചിരിക്കും? പക്ഷേ ഞാൻ അങ്ങനെയാണോ? വൃദ്ധൻ ചെറുതായൊന്ന് നെടുവീർപ്പിട്ടു. തൻ്റെ സൂര്യൻ അസ്തമിക്കാറായെന്ന് അയാൾക്കറിയാം. എന്നാൽ മുമ്പിലിരിക്കുന്നവരെല്ലാം ഉദയസൂര്യന്മാരാണ്. പക്ഷേ തൻ്റെ വിവരണം കേട്ട അവരെല്ലാം ഞെട്ടിവിറച്ചിരിക്കുകയാണ്. എന്തു ചെയ്യാം? തനിക്ക് പക്ഷേ കാര്യങ്ങൾ വിവരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. നാം എല്ലാവരും മുന്നോട്ട് കുതിക്കുകയാണ്. സമയം നമ്മെ മുമ്പോട്ട് നീക്കുന്നു. വൃദ്ധൻ തുടർന്നു. പക്ഷേ നമുക്ക് സമയരഥത്തിനെ വരുതിയിലാക്കാം. അതായത് സമയരഥത്തിൻ്റെ വേഗം കുറയ്ക്കാം, വേണമെങ്കിൽ കൂട്ടാം, ഇനി ആവശ്യമെങ്കിൽ പിന്നോട്ട് പായിക്കാം. ഇത്രയും പറഞ്ഞിട്ട് വൃദ്ധൻ ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. അത് കേട്ടിരുന്നവരെല്ലാം ഞെട്ടിവിറയ്ക്കുകയായിരുന്നു. അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ, അങ്ങനെ സമയത്തെ പിന്നോട്ടോടിക്കുന്ന ഒരു യന്ത്രമുണ്ടെങ്കിൽ? അതാണ് അവരെ ശരിക്കും ഞെട്ടിച്ചത്. വൃദ്ധന്മാർ ചെറുപ്പക്കാരായാൽ, ചെറുപ്പക്കാർ ശിശുക്കളായാൽ, അപ്പോൾ കുഞ്ഞുങ്ങളോ? ദൈവമേ, അവർ ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷരാകും. അതായത് ദശലക്ഷക്കണക്കിന് ശിശുക്കൾ മരിച്ചു വീഴും. ഇങ്ങനെ ഭീകരമായ ചിന്തകൾ കേൾവിക്കാരുടെ മനസ്സിലൂടെ മിന്നിമറയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വൃദ്ധൻ തൻ്റെ വിവരണം തുടരുകയായിരുന്നു. നോക്കൂ, ഈ യന്ത്രം ദന്തവും ക്രിസ്റ്റലും ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. തൻ്റെ മുഷിഞ്ഞ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും അയാൾ ഒരു യന്ത്രം പുറത്തെടുത്തു. അവിടെ കൂടിയിരുന്നവരിൽ ചിലർ അത് കാണുവാൻ കെൽപ്പില്ലാത്ത രീതിയിൽ കണ്ണുകൾ കൂട്ടിയടച്ചു. മറ്റു ചിലർ ഏതോ വിചിത്ര ജീവി എന്ന മട്ടിൽ യന്ത്രത്തെ തുറച്ചു നോക്കി. ഹേയ് വൃദ്ധ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തു പൈശാചിക ശക്തിയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സഹികെട്ട് ഒരുവൻ വിളിച്ചു ചോദിച്ചു. നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ? മറ്റൊരുവൻ്റെ സംശയം അതായിരുന്നു. തൻ്റെ പരുക്കൻ ശബ്ദത്തിൽ വൃദ്ധൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ അയാൾ ഗൗരവഭാവത്തിൽ പറഞ്ഞു, ഞാനൊരു സഞ്ചാരിയാണ്, സമയമാം രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ. കേൾവിക്കാർക്ക് ഒന്നും മനസ്സിലായില്ല. തങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഏതോ ഭീകരമായ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണെന്ന് മാത്രം അവർക്കറിയാം. നമുക്ക് വേഗം രക്ഷപ്പെടാം. കേൾവിക്കാരിൽ ഒരാൾ പറഞ്ഞു. പാടില്ല, നാം ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ അയാൾ കോപിഷ്ഠനാകും. ഒരുപക്ഷെ നമ്മെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പായിച്ച് വധിച്ചു കളഞ്ഞേക്കാം. അത് കേട്ടവരൊക്കെ നടുങ്ങി. തങ്ങൾ അത്യധികം ഭയാനകമായ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. തങ്ങൾ സമയരഥത്തിൽ മുമ്പോട്ട് പാഞ്ഞുപോയാൽ ഇനിയും ജനിക്കുവാൻ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ മരണത്തിൻ്റെ മരവിപ്പും കടന്ന് മുന്നോട്ട് നീങ്ങുന്നതോടെ പിന്നീടൊരിക്കലും ഈ ഭൂമിയിൽ എത്തിയില്ലെന്ന് വന്നേക്കാം. പിന്നോട്ട് പോയാലും അങ്ങനെയൊക്കെ തന്നെ. ചുരുക്കത്തിൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മരണത്തിൻ്റെ മുമ്പിലാണെന്ന് അവർക്ക് മനസ്സിലായി. നോക്കൂ, ഇതാ 2 ലിവറുകൾ. ഒരു മന്ത്രവാദി മാന്ത്രിക ദണ്ട് കയ്യിലേന്തി നിവർന്നു നിൽക്കുന്നത് പോലെ അയാൾ നിന്നു. ഞാൻ ഈ ദണ്ടുകൾ ടൈം മെഷീൻ്റെ ഇരുവശങ്ങളിലും ഘടിപ്പിക്കാൻ പോവുകയാണ്. അവിടമാകെ നിശബ്ദത പരന്നു. തങ്ങൾ കാണുന്നത് സത്യമാകരുതെന്ന പ്രാർത്ഥനയോടെ ആയിരുന്നു കാണികൾ നിന്നത്. ഹേയ്, അയാൾ ഭ്രാന്ത് പറയുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ടൈം മെഷീനോ? അങ്ങനെയൊന്ന് ഈ ലോകത്തിലില്ല. ചില ചെറുപ്പക്കാർ സ്വയം സമാധാനിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ ശബ്ദം ദുർബലമായിരുന്നു. ആ സ്വരത്തിൽ വിറയൽ ബാധിച്ചിരുന്നു. തങ്ങൾ വിശ്വസിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്തോറും കൂടുതൽ വിശ്വാസികളായി മാറുകയാണെന്ന സത്യം അവർക്ക് മനസ്സിലായി. എങ്കിലും ആരും ശബ്ദമുയർത്തി അയാളെ എതിർത്തില്ല. തങ്ങളുടെ സംശയം ഉച്ചത്തിൽ ആരും പ്രകടിപ്പിച്ചതുമില്ല. വൃദ്ധൻ തൻ്റെ മുമ്പിലിരുന്ന ചെറുപ്പക്കാരനെ രൂക്ഷമായൊന്ന് നോക്കി. അയാളുടെ മുഖത്ത് ക്രൗര്യം നിഴലിച്ചു. നിങ്ങൾ ഇവിടെ വരൂ. ഒരു ചെന്നായിയെപ്പോലെ അയാൾ മുരണ്ടു. പാവം ചെറുപ്പക്കാരൻ ഏതോ മാന്ത്രിക ശക്തിയിൽ അകപ്പെട്ടതുപോലെ അയാൾ എഴുന്നേറ്റു.
പിന്നെ താൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാത്ത ഒരു വിഡ്ഢിയെപ്പോലെ അയാൾ കണ്ണുമിഴിച്ചുകൊണ്ട് വൃദ്ധൻ്റെ അടുത്തേക്ക് നീങ്ങി. നിങ്ങൾ ഈ ദണ്ട് മുമ്പോട്ട് ചലിപ്പിക്കൂ. വൃദ്ധൻ മുരണ്ടു. അയാളുടെ സ്വരത്തിൽ കടുത്ത ആജ്ഞാശക്തി നിലനിന്നിരുന്നു. പാവം ചെറുപ്പക്കാരൻ ദയനീയതയോടെ അയാളെ നോക്കി. പക്ഷേ ആജ്ഞ അനുസരിക്കാതിരിക്കുവാൻ അവന് കഴിയില്ലായിരുന്നു. ചെറുപ്പക്കാരൻ്റെ വിറയ്ക്കുന്ന കൈകൾ ദണ്ടിനു നേരെ നീങ്ങി. അരുതേ! അവിടെ കൂടിയിരുന്നവരിൽ ചിലർ നിലവിളിച്ചു. എന്നാൽ ആ ശബ്ദം തങ്ങളുടെ തൊണ്ടയിൽ തന്നെ കുരുങ്ങിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒന്ന് നിലവിളിക്കുവാനുള്ള ധൈര്യം പോലുമില്ലാതെ ചിലർ ഞെളിപിരി കൊണ്ടു. ഞാനിത് മുമ്പോട്ട് നീക്കണമല്ലേ? ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനായി ഒരു യുവാവ് ചോദിച്ചു. പിന്നെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അയാൾ ദ്രുതഗതിയിൽ ദണ്ട് മുമ്പോട്ട് നീക്കി. ഷൂ ഷൂ ഒരു ശബ്ദമുയർന്നു. യുവാവ് അലറിക്കരഞ്ഞുകൊണ്ട് പിന്നോട്ട് ചാടി.